രാഷ്ട്രീയ കൊലകളിൽ ഒരറ്റത്ത് CPM ആയതിന്റെ കാരണം വ്യക്തമാക്കി കെ സുധാകരൻ. പ്രതിപക്ഷത്തെക്കാൾ കൂടുതൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ് CPM-നെയും സർക്കാരിനെയും വേട്ടയാടുന്നതിൽ മുൻപന്തിയിലുള്ളത്. ഒരു ദിവസം ഒരു വെടിയെങ്കിലും CPM-നും സർക്കാരിനുമെതിരെ പൊട്ടിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ലെന്ന അവസ്ഥയാണ് സുധാകരന്. ഗവർണർ സർക്കാർ ബന്ധം എടുത്തു പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വിമർശനമെങ്കിൽ ഇന്ന് സുധാകരൻ CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. നിങ്ങൾ കൊന്നിട്ട് വരൂ, ഞങ്ങൾ കൂടെയുണ്ട് എന്ന സന്ദേശമാണ് പാർട്ടി പ്രവർത്തകർക്ക് നൽകുന്നതെന്നായിരുന്നു KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ ഇന്നത്തെ വിമർശനം. മുഴപ്പിലങ്ങാട് എളമ്പിലായി സൂരജിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ പ്രതികളെ ഏതറ്റം വരെയും ഇടപെട്ട് സംരക്ഷിക്കുമെന്നാണ് CPM നിലപാടെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എല്ലാം ഒരറ്റത്ത് CPM ഉള്ളത് പാർട്ടി നൽകുന്ന ഈ സംരക്ഷണം മൂലമാണെന്നും സുധാകരൻ ആരോപിച്ചു. കൊലപാതക രാഷ്ട്രീയത്തെ CPM തള്ളിപ്പറയുന്ന അന്ന് സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലകൾ അവസാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊലയാളികൾക്ക് സമ്പൂർണ്ണ സംരക്ഷണമാണ് പാർട്ടി നൽകുന്നത്. അവരെ കൊലയ്ക്ക് നിയോഗിക്കുന്നതും പാർട്ടിയാണ്. സമീപകാലത്ത് വരെ യഥാർത്ഥ പ്രതികൾക്ക് പകരം CPM ഡമ്മി പ്രതികളെയാണ് നൽകിയിരുന്നത്. അവർ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടും. പ്രതികളുടെ കോടതി വ്യവഹാരങ്ങൾ, കുടുംബത്തിന്റെ സംരക്ഷണം, സാമ്പത്തിക സഹായം, ജോലി, ശമ്പളം, സ്മാരകം, വാർഷികം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പാർട്ടി ഏറ്റെടുക്കുന്നുവെന്നും സുധാകരൻ പറഞ്ഞു. കൊലയാളികളുടെ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്ക് വരെ പാർട്ടി കൂടെയുണ്ട്. മദ്യം, മയക്കുമരുന്ന്, സ്വർണ്ണക്കടത്ത് തുടങ്ങിയ എല്ലാ രാജ്യദ്രോഹങ്ങളിലെയും ഏർപ്പെട്ടിരിക്കുന്ന ഇവർക്ക് പാർട്ടിയാണ് കവചം. ഭീകര സംഘടനകൾ ചാവേറുകളെ പോറ്റി വളർത്തുന്ന അതേ രീതിയിലാണ് CPM കൊലയാളികളെ സംരക്ഷിക്കുന്നതെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി. ഇന്ന് CPM-നെ കടന്നാക്രമിച്ച സുധാകരൻ നാളത്തേക്ക് എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും CPM-നെയോ സർക്കാരിനെയോ പ്രതിക്കൂട്ടിലാക്കുന്ന പുതിയ പ്രസ്താവനയുമായി സുധാകരൻ നാളെ എത്തുമെന്ന് തീർച്ചയാണ്.